Good evening, all. A warm welcome to everyone present here. Respected principal, teachers, non-teaching staffs, and all my dear friends. ലിറ്റററി ലെൻസിന്റെ 14th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ബുക്ക് റിവ്യൂ പറയുന്നതിനായിട്ടുള്ളത് ഹനീസയാണ്. റോബർട്ട് ടി കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകത്തെ കുറിച്ചിട്ടാണ് ഹനീസ തന്റെ വായനാനുഭവം ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഐ വെൽക്കം ഹനീസ. ഹനീസ മ്യൂട്ടാണ്. സോറി. ഗുഡ് ഈവനിങ് എവരി വൺ. ലിറ്റററി ലെൻസിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ബുക്കിന്റെ റിവ്യൂ പ്രസന്റ് ചെയ്യാൻ തന്ന അവസരം തന്ന നമ്മുടെ പ്രിൻസിപ്പലിനും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ കോളേജിലെ എല്ലാ ടീച്ചേഴ്സിനും ഒരുപാട് നന്ദി. ഞാനിന്ന് പറയുന്നത് പ്രസന്റ് ചെയ്യുന്ന ബുക്ക് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന റോബർട്ട് കിയോസാക്കിയുടെ പുസ്തകമാണ്. റോബർട്ട് കിയോസാക്കി ഒരു ചെറുപ്പം തൊട്ടേ അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്നുള്ളതാണ്. അപ്പൊ റോബർട്ട് കിയോസാക്കി അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ തന്നെ ഒരു കുഞ്ഞിലെ തന്നെ അദ്ദേഹം സ്കൂളിലൊക്കെ പോയിരുന്ന സമയത്ത് എപ്പോഴും ഒരു എന്താ പറയാ വേർതിരിവ് അയാൾക്ക് അനുഭവപ്പെട്ടിരുന്നു. ആ റോബർട്ട് കിയോസാക്കിക്ക് അദ്ദേഹത്തിന്റെ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികളൊക്കെ നല്ല പണക്കാരും അദ്ദേഹത്തിന് ബേസിക്സ് ആയിട്ടുള്ള നീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത്ര വലിയ കാറിലോ അങ്ങനെ ഒന്നല്ല അദ്ദേഹം സ്കൂളിൽ വന്നിരുന്നത്, നല്ല ഫുഡൊന്നല്ല കഴിച്ചിരുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് എപ്പോഴും അദ്ദേഹം ചിന്തിച്ചിരുന്നു, എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ചില ആളുകൾ വിജയിക്കുന്നതും ചില ആളുകൾ എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നതും എന്നൊക്കെ ഒരുപാട് അദ്ദേഹം ചിന്തിച്ചു കൊണ്ടിരുന്നിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ അടുത്ത് ചോദിക്കും. കുഞ്ഞിലെയാണ്, ഒരു 9 വയസ്സൊക്കെ ഉള്ള സമയത്താണ് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു PhD നേടിയ ഒരു വ്യക്തിയാണ്, യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് പോലും അതിനൊരു ആൻസർ ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് മാസം കിട്ടുന്ന ശമ്പളം, ആദ്യത്തിൽ കിട്ടുന്ന ശമ്പളം ഒരു പകുതിയാകുമ്പോഴേക്കും അത് കഴിയുകയും പിന്നീട് ഒരു കടങ്ങൾ വാങ്ങുകയും പിന്നെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുകയും പിന്നെ അതിൽ സാധനം വാങ്ങുകയും അങ്ങനെയൊക്കെ അതിൽ കഴിഞ്ഞ മാസത്തെ ശമ്പളം ഈ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഒരു അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ജീവിച്ചു പോയിരുന്നത്. അപ്പൊ ഇത് കണ്ടിട്ടാണ് റോബർട്ട് കിയോസാക്കി വളരുന്നത്. അപ്പൊ റോബർട്ട് കിയോസാക്കിക്ക് അദ്ദേഹത്തിന്റെ അച്ഛനോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ചില ആളുകൾ വിജയിക്കുന്നു ചില ആളുകൾ വിജയിക്കുന്നില്ല, അതെന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ അച്ഛൻ വലിയൊരു മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പറഞ്ഞത്, നീയും നന്നായി പഠിക്കണം, നീ നന്നായി പഠിച്ചാൽ നിനക്ക് നന്നായിട്ട് ജോലി കിട്ടും, അങ്ങനെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ശമ്പളം വെച്ചിട്ട് നിനക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങും, ഇനി അത് പോരാന്നുണ്ടെങ്കിൽ നിനക്ക് ലോൺ എടുക്കാം. അങ്ങനെയുള്ള അച്ഛന്റെ അതേ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് റോബർട്ട് കിയോസാക്കിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ഈ സ്വന്തം അച്ഛനാണ് PhD ഹോൾഡർ ആയിരുന്ന, കോളേജ് പ്രൊഫസർ ആയിരുന്ന അച്ഛനെയാണ് റോബർട്ട് കിയോസാക്കി പുവർ ഡാഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. റോബർട്ട് കിയോസാക്കിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു, മൈക്ക് എന്നായിരുന്നു പേര്. എന്റെ അച്ഛൻ വെറും 8ാം ക്ലാസ് യോഗ്യത മാത്രമേ ഉള്ളൂ, എങ്കിൽ കൂടി അദ്ദേഹം ആ നാട്ടിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോ അദ്ദേഹത്തിന് അച്ഛനെ പോലെ തന്നെയാണ് കണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹത്തിനോടും ഉപദേശങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ചിലർ വിജയിക്കുന്നു ചിലർ വിജയിക്കുന്നില്ല എന്നുള്ളത്. ചിലർ വിജയിക്കുന്നു ചിലർ വിജയിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, പണയില്ലായ്മയാണ് ലോകത്തിലെ ഏറ്റവും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നുള്ളതാണ്. റോബർട്ട് കിയോസാക്കിയുടെ അച്ഛൻ പറയുന്നത്, പണമാണ് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പൊ ഈ രണ്ട് ആളുകളുടെ വ്യാഖ്യാനങ്ങളും റോബർട്ട് കിയോസാക്കി ഇരുന്ന് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിച്ച് ഡാഡ് ഈ 8ാം ക്ലാസ് യോഗ്യതയുള്ള വ്യക്തിയാണ് റോബർട്ട് കിയോസാക്കിക്ക് റിച്ച് ഡാഡ് ആയിട്ട് അദ്ദേഹം കണക്കാക്കുന്നത്. അതാണ് ആ ഒരു പുസ്തകത്തിന് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ള ഒരു പേര്. റിച്ച് ഡാഡ് പറഞ്ഞു കൊടുക്കുന്നത്, നീ നന്നായി പഠിക്കണം, എങ്ങനെ പണം ഉണ്ടാക്കണം, അതെങ്ങനെ വർദ്ധിക്കണം, അതെങ്ങനെ നിലനിർത്തണം എന്നതായിരുന്നു.
അപ്പോ ഇത് റോബർട്ട് കിയോസാക്കി വിചാരിച്ചു അതൊരു ലിറ്ററേച്ചർ സ്കൂളിൽ സബ്ജക്ട്സ് ആയിട്ടാവും പഠിക്കുന്നുണ്ടാവും. ശരിക്കും നമ്മുടെ ലൈഫ് ലോങ് ആണ് നമ്മള് ഈ എന്താ പറയാ നമ്മള് നമ്മള് സാമ്പത്തികം നമ്മൾ ലൈഫ് ലോങ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ആർക്കും വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ല. നമ്മുടെ നാട്ടിലായാലും പുറമെ ആയാലും എവിടെയാണെങ്കിലും. അപ്പോ ഫിനാൻഷ്യലി എല്ലാവരും ലിറ്ററേറ്റ് ആവണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് റിച്ച് ഡാഡ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ഫിനാൻഷ്യലി റോബർട്ട് കിയോസാക്കിക്ക് ഓദറിന് ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആവണം. അപ്പൊ എങ്ങനെയാണ് ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആവുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, നീ ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്, അപ്പോ ഒരു കാര്യം ചെയ്യ്, നിനക്ക് വീക്കെൻഡ്സിൽ ലീവ് വരുമ്പോ നീ എൻ്റെ കൂടെ ജോലി ചെയ്യാൻ വരണം. അങ്ങനെ സാറ്റർഡേ സൺഡേ റോബർട്ട് കിയോസാക്കി റിച്ച് ഡാഡിന്റെ അടുത്തേക്ക് ഈ എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പോയിട്ട് അവിടെ കുറെ നേരം റോബർട്ട് കിയോസാക്കിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് വെറും അന്ന് തുച്ഛമായ ശമ്പളം മാത്രമാണ് കൊടുക്കുന്നത്. കുറെ നാളുകൾ അങ്ങനെ റോബർട്ട് കിയോസാക്കി ജോലി ചെയ്യുന്നുണ്ട്, വെറും തുച്ഛമായിട്ടുള്ള ശമ്പളം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോ പിന്നീട് കുറച്ച് നാളുകൾക്ക് ശമ്പളം പോലും കൊടുക്കാതെ വെറും 30 സെന്റ് അങ്ങനെയാണ് കൊടുത്തിരുന്നത്. പിന്നെ അതുപോലും കൊടുക്കാതെ. അപ്പോ റോബർട്ട് കിയോസാക്കിക്ക് ഒരുപാട് ദേഷ്യമാണ് വന്നത്. അങ്ങനെ റിച്ച് ഡാഡിനെ കാണുന്നില്ല, പരാതി പറയാനും കാണുന്നില്ല. അങ്ങനെ റിച്ച് ഡാഡിനെ ഒരു ദിവസം റിച്ച് ഡാഡ് വന്നപ്പോ പറഞ്ഞു, ഞാൻ ഈ ജോലി ഇനി നിർത്താണ്, എനിക്ക് ശമ്പളം വളരെ കുറവാണ്, പിന്നെ അതുമാത്രമല്ല എനിക്ക് ഒന്നും നിങ്ങൾ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും എനിക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു കാര്യവും നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോ റിച്ച് ഡാഡ് പറയുകയാണ്, നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിച്ചു തരുന്നത് പോലെ സംസാരിക്കുകയല്ല വേണ്ടത്, അനുഭവങ്ങളാണ് ഏറ്റവും നല്ല അധ്യാപകൻ. അനുഭവങ്ങൾ നിങ്ങളോട് സംസാരിക്കുകയല്ല, പക്ഷെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾക്ക് പല നിർദ്ദേശങ്ങളും അനുഭവങ്ങള് നൽകും. പിന്നെ അത് മാത്രമല്ല, നമ്മള് പറയാണ്, നമ്മള് റോബർട്ട് കിയോസാക്കിയോട് റിച്ച് ഡാഡ് പറഞ്ഞു കൊടുക്കണ്, നമ്മള് എപ്പോഴും മറ്റുള്ളവരെ ഒന്നിലും കുറ്റപ്പെടുത്താന് നമ്മുടെ പരാജയങ്ങള് നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കരുത്. കാരണം നമ്മള് എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ട് ഇരിക്കരുത്. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നിർത്തണം. പിന്നെ എൻ്റെ ഈ അവസ്ഥക്ക് കാരണം, അല്ലെങ്കിൽ അവസ്ഥക്ക് കാരണം മറ്റുള്ളവരാണ്, അല്ലെങ്കിൽ എൻ്റെ ഈ സാഹചര്യത്തിന് കാരണം മറ്റുള്ളവരാണ് എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. വിജയികൾ അങ്ങനെ ഒരിക്കലും പറയില്ല. അവരുടെ അവസ്ഥക്ക് അവര് തന്നെ അവരെ എന്തുണ്ടെങ്കിലും അത് അവർ തന്നെ ഏറ്റെടുക്കും. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടിയും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സാധാരണക്കാരൻ ചിന്തിക്കുന്നത് എനിക്ക് എങ്ങനെ ജോലി നേടാം എന്നുള്ളതാണ്. പക്ഷെ ഒരു പണക്കാരൻ ചിന്തിക്കുന്നത് എനിക്ക് മറ്റുള്ളവർക്ക് എങ്ങനെ എനിക്ക് ജോലി കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോ നമ്മൾക്ക് എന്താവണം, നമ്മൾക്കൊരു സാധാരണ രീതിയിൽ ഒരു ജോലി മതിയോ, അതോ ഓദറിനോട് ചോദിക്കുകയാണെങ്കിൽ നിനക്കൊരു മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുന്ന ഒരു ഉടമയാവണോ എന്നുകൂടി ചോദിക്കുന്നുണ്ട്. അപ്പോ റോബർട്ട് കിയോസാക്കി പറയണേ, എനിക്ക് മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുന്ന ഉടമയാണ് ആവേണ്ടത്. എങ്കില് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, റിച്ച് ഡാഡ് പറഞ്ഞു കൊടുക്കുകയാണ്, കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. ആദ്യത്തത്, നമ്മൾ ഒരിക്കലും പണത്തിന് വേണ്ടി പ്രവർത്തിക്കരുത്. പണം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണം. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണെങ്കിൽ പോലും പണം നമ്മൾക്ക് വേണ്ടിയിട്ട് വേണം പ്രവർത്തിക്കാൻ. അല്ലാതെ നമ്മളുടെ ഉറക്കം ഫുള്ളും ഒഴിച്ച് നമ്മളുടെ ആരോഗ്യം ഫുള്ളും കളഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും പണത്തിന് വേണ്ടി പ്രവർത്തിക്കരുത്. സാധാരണക്കാരൻ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് ശമ്പളം കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, എന്ന് വെച്ചാൽ ജീവിക്കാനുള്ള പണം കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അവര് എന്ത് ചെയ്യും, പണം സമ്പാദിക്കും, അത് ചിലവഴിക്കും, വേണ്ടി വന്നാൽ കടം വാങ്ങും, പിന്നെ അത് തിരിച്ചെടുക്കും. അതാണ് സാധാരണക്കാരന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. പണത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ നമ്മൾ പണിയെടുക്കുന്നു, അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആരായിരിക്കും, ജോലിക്കാരായിട്ട് തന്നെ തുടരും. പണം നമുക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പണം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പണം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പണക്കാരനാകാൻ കഴിയൂ. അതില് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങള്, ഒന്ന് ഓഹരി, പിന്നെ മ്യൂച്വൽ ഫണ്ട്, റിയൽ എസ്റ്റേറ്റ്, പിന്നെ കുറച്ച് ബോണ്ടുകള്, പിന്നെ കാലം ചെല്ലും തോറും മൂല്യം വർദ്ധിക്കുന്ന ചില വസ്തുക്കളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട്.
ചില എഴുത്തുകൾ നമ്മൾ ഒരു ബുക്സ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാലും അതിൽ നിന്നിട്ട് ആ ബുക്ക് സെല് ചെയ്തിട്ട് നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത്, ഈ പുസ്തകത്തിൽ പറയുന്നത്, വെറും ഇത് മാത്രം അറിഞ്ഞാൽ പോരാ, നമുക്ക് നല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അറിയണം. ഇപ്പൊ ഈ പുസ്തകം എഴുതിയിട്ടുള്ള റോബർട്ട് കിയോസാക്കി ആണെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ നല്ലൊരു എഴുത്തുകാരനല്ല, പക്ഷേ എനിക്ക് മാർക്കറ്റിംഗ് അറിയാം. മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ഞാൻ മാർക്കറ്റിംഗ് പഠിച്ചത് കൊണ്ട് എനിക്ക് ബെസ്റ്റ് സെല്ലിംഗ് ബുക്സ് ഒക്കെ ഞാൻ ഒരുപാട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും ഞാൻ നല്ലൊരു എഴുത്തുകാരനായതുകൊണ്ടല്ല, എനിക്ക് മാർക്കറ്റിംഗ് വാല്യൂസ് അറിയുന്നത് കൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നത്, നമ്മൾ എപ്പോഴും ചാരിറ്റി ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നുണ്ട്. പണക്കാരനാവണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ചാരിറ്റി ചെയ്തുകൊണ്ടിരിക്കണം. ഈ പുവർ ഡാഡ് എന്ന് വെച്ചാൽ ഈ റോബർട്ട് കിയോസാക്കിയുടെ അച്ഛൻ, അദ്ദേഹത്തിന് ദാനം ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും ദാനം ചെയ്യാൻ, ഈ മാസാവസാനം അദ്ദേഹത്തിന് ദാനം ചെയ്യാൻ ഒരിക്കലും സമ്പാദ്യം ബാക്കി നിൽക്കാറില്ല, എപ്പോഴും കടങ്ങളാണ്. അപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, ഈ പാവപ്പെട്ടവര് എപ്പോഴും സ്വീകരിക്കുക, പിന്നീട് നൽകുക എന്നുള്ള തിയറിയാണ് ഫോളോ ചെയ്യുന്നത്. പണക്കാരൻ എപ്പോഴും നൽകുക, അതെന്തായാലും വർദ്ധിക്കും എന്നുള്ളതാണ് പറയുന്നത്. നമ്മള് ചാരിറ്റി കൊടുക്കും തോറും അത് വർദ്ധിക്കും എന്ന് പറയുന്നുണ്ട്. അതിൽ നമ്മുടെ ഒരുപാട് വലിയ വലിയ ബിസിനസ് ആൾക്കാരുടെ ഒക്കെ കഥകളും പറയുന്നുണ്ട് ഈ ഒരു പുസ്തകത്തില്, അവരുടെ ചാരിറ്റിയും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, നമ്മൾ എപ്പോഴും പണക്കാരനാകണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കാണുന്ന രീതിയിൽ കാഴ്ചകളെ കാണാതിരിക്കുക, മറ്റുള്ളവർ കാണാത്തത് കാണുക, വ്യത്യസ്തമായ ചിന്തകൾ ചിന്തിക്കുക, അതിനനുസരിച്ച് വ്യത്യസ്തമായ പ്രവർത്തികൾ പ്രവർത്തിക്കുക, വ്യത്യസ്തമായ കാര്യങ്ങൾ കാണുക എന്നുള്ളതാണ്. വ്യത്യസ്തമായ കാര്യങ്ങൾ കാണുക എന്ന് വെച്ചാൽ എല്ലാവരും ചിന്തിക്കുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പുസ്തകത്തിൽ ഒന്നുകൂടി പറയുന്നുണ്ട്, മടി എന്നുള്ള കാര്യം നമ്മൾ മാറ്റണം. അതുപോലെ തന്നെ അഹങ്കാരം എന്ന് വെച്ചാൽ നമ്മുടെ അറിവില്ലായ്മയെ മൂടിവെക്കലാണ് അഹങ്കാരം. അത് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എങ്ങനെ നമ്മൾ മറ്റുള്ളവരെ ഈ സമൂഹത്തിൽ എങ്ങനെ വിജയിക്കാം എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്നത്. പിന്നെ കൂടുതലും മ്യൂച്വൽ ഫണ്ട്, എങ്ങനെ ഓഹരി, അങ്ങനെയുള്ള റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ആ ഒരു മേഖലയിൽ നന്നായിട്ട് ബ്രീഫായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു പുസ്തകം വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ്. എല്ലാവരും കഴിയുന്നതും ഈ പുസ്തകം വായിച്ചു നോക്കണം. താങ്ക് യു. താങ്ക് യു അനീസ. വളരെ നന്നായി തന്നെ അനീസ തന്റെ വായനാനുഭവം നമ്മളൊരു പങ്കുവച്ചിട്ടുണ്ട്. നൗ ഐ ഇൻവൈറ്റ് ഭാവന ഫോർ എ ഫീഡ്ബാക്ക്. ഹായ് അനീസ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ പുസ്തകം വായിച്ച എക്സ്പീരിയൻസ് ഹനീസ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ പറയാ, പൈസ എന്നൊരു അല്ലെങ്കിൽ പണം എന്നൊരു സംഭവത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ഉപയോഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞൊരു പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ എന്താ പറയാ, നമ്മള് ഇതുവരെ കാണുന്ന ഒരു നോവലിനൊക്കെ വ്യത്യാസമായിട്ട് കുറച്ചും കൂടെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കൃതിയാണിതെന്നാണ് എനിക്ക് മനസ്സിലായ അനുഭവം എന്ന് പറയുന്നത്. അപ്പോ എനിക്കൊരു ഡൗട്ടും കൂടെ എന്താ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഥയുടെ എൻഡ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോ ഒരു പുവർ ഡാഡും അതുപോലെ തന്നെ റിച്ച് ഡാഡ്, അവർ തമ്മിലുള്ള ഒരു കമ്പാഷനാണ് ഒരു കുട്ടി നടത്തുന്നത്. അപ്പൊ ആ കുട്ടി ആരുടെ പാത പിന്തുടരുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കുട്ടി ഏത് പേഴ്സ്പെക്റ്റീവിലേക്കാണ് അവസാനം പോയത്, അതറിയാനൊരു ആഗ്രഹമുണ്ട്. അതെങ്ങനെയായിരുന്നു? അതാണ് ഈ പുസ്തകത്തില് പറയുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു വലിയൊരു ഉദ്യോഗാർത്ഥിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് പുവർ ഡാഡ് എന്നായിരുന്നു. അദ്ദേഹം തീർച്ചയായും പോയത് അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ അച്ഛന്റെ പാതയിലൂടെയായിരുന്നു. അദ്ദേഹം വെറും 8ാം ക്ലാസ് യോഗ്യതയുള്ളതായിരുന്നു. ഈ പുസ്തകത്തില് ഈ റോബർട്ട് കിയോസാക്കിയുടെ ഒരു അനുഭവമാണ്
ഫുള്ളായിട്ട് അതിൽ ഉള്ളത്. അതിന്റെ ഫുൾ ഉപദേഷ്ടാവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന്റെ റിച്ച് ഡാഡ് എന്ന് പറയുന്ന അദ്ദേഹം വിശേഷിപ്പിക്കുന്ന റിച്ച് ഡാഡ് എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി എന്ന് വെച്ചാൽ റിച്ച് ഡാഡിനെയാണ് ഫോളോ ചെയ്ത് പോയിരുന്നത്. ഓക്കെ ഓക്കെ. എനിക്കതൊരു നമ്മളിതുവരെ കേൾക്കാത്ത ഒരു രീതിയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ അങ്ങനെയും ഒരു വേർഷൻ ഉണ്ടല്ലേ. ഇപ്പോൾ ഈ നമ്മളെല്ലാവരും എപ്പോഴും പറയും വിദ്യാഭ്യാസമാണ് എല്ലാത്തിലും മുഖ്യമായുള്ളത്, അല്ലെങ്കിൽ ഒരു PhD സ്കോളർ ആയിട്ടുള്ള ഒരാളാണ് ഒരുപാട് യോഗ്യതകളൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു വേറൊരു വശം പോലെ കേൾക്കുന്നത് ഒരു ആദ്യത്തെ അനുഭവമാണ്. കാരണം അങ്ങനത്തെ ഒരു നോവലിലൂടെ കടന്നു പോകുന്നതൊക്കെ. ഇതിലൂടെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, PhD ഒക്കെ എടുത്തിട്ട് പോലും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര ഒരു എന്താ പറയാ എപ്പോഴും കടങ്ങളാണ് കാണുന്നത്. ഇപ്പൊ നമ്മള് സാധാരണക്കാർ നമ്മളുടെ ഒരു ജീവിതമാണ് പറയുന്നത്. നമ്മൾക്ക് ഇപ്പോഴും ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി നമുക്ക് ആർക്കും ഇല്ല. കൂടുതൽ പേർക്കും ഇല്ല. നമ്മള് മാസാവസാനം ആദ്യം കിട്ടുന്ന ശമ്പളം ഒരു പകുതി ആകുമ്പത്തേനും തീരുന്നു. പിന്നെ ഇതുപോലെ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കടം വാങ്ങുന്നു, അത് തീർക്കുന്നു. പിന്നെ പിറ്റത്തെ മാസം കിട്ടുന്നത് ഇത് നമ്മൾ ടാലി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ, അങ്ങനെയാണ് നമ്മൾ കൂടുതൽ പേരും ഇതാകുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പിതാവിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ പിതാവ് പറയുന്നുണ്ട്, എന്റെ ആഗ്രഹം ഒരു ടീച്ചർ ആവണം എന്നായിരുന്നു. അപ്പൊ എന്റെ ആഗ്രഹം അതായതുകൊണ്ട് പണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ നല്ല വലിയൊരാളാവുക, വിജയം കൈവരിക്കുന്ന ഒരാളാവുക എന്നതല്ല. പക്ഷെ റോബർട്ട് കിയോസാക്കി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മകൻ, നിന്റെ ആഗ്രഹം അങ്ങനെ ഒരു വലിയ ആളാവണം എന്നതാണെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുക, റിച്ച് ഡാഡിനെ ഫോളോ ചെയ്ത് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. എനിക്കെന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമേയം പോലെ തോന്നി. ഹനീസ നന്നായിട്ട് പ്രസന്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ. എന്തായാലും ഈ ഒരു ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. കാരണം വേറൊരു പേഴ്സ്പെക്റ്റീവിലുള്ള വായനയായിരിക്കും ഇതെന്ന് തോന്നുന്നു. ഓക്കെ. Thank you, Bhavana. Now I invite Sunira for feedback. സുനീർ അല്ലേ ഇതില്? വേറെ ആർക്കെങ്കിലും ഇനി ഫീഡ്ബാക്ക് പറയാൻ താല്പര്യമുണ്ടോ? ഞാൻ റോഡിലാണ്. എന്നാലും ഈ പ്രസന്റേഷൻ കേട്ടപ്പോൾ അത് ഫസ്റ്റ് മുതൽ അവസാനം വരെ എൻ്റെ മനസ്സിലേക്ക് കുറേ കാര്യങ്ങളാണ് വന്നത്. ഞാൻ ആദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ്, അതിൽ നിന്ന് ട്രാൻസിഷൻ, അത് ഞാൻ കരുതിയിരുന്നത് പണം വലിയ കാര്യമുള്ള സംഭവമൊന്നുമില്ല, പണം കൊണ്ട് സന്തോഷം കിട്ടുമൊന്നുമില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്നതാണ്. പക്ഷെ ഒരു മനുഷ്യനൊക്കെ ഉണ്ടാവുന്നത് 3 തരത്തിലുള്ള സൗഭാഗ്യങ്ങളാണ്. ഒന്ന് സാമ്പത്തികമായിട്ട്, ശാരീരികമായിട്ട്, മാനസികമായിട്ട്. അപ്പൊ മാനസികമായ സന്തോഷം കിട്ടാന് അത് പണം കൊണ്ട് ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല. പണം കൊണ്ടുള്ള സന്തോഷം അതിന് വേറെ ശരീരത്തിന് എത്ര ശക്തി ഉണ്ടായിട്ടോ മാനസികമായിട്ട് എത്ര ശക്തി ഉണ്ടായിട്ടോ കാര്യമില്ല. പണത്തിന് പണം തന്നെ വേണം. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറണമെങ്കിൽ പണമല്ലാതെ നമ്മൾ ശരീരം കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ മനസ്സ് കൊടുത്തിട്ടോ പൈസ കൊണ്ടുള്ള കാര്യങ്ങൾ നടക്കൂലല്ലോ. അപ്പോൾ ആ ട്രാൻസിഷൻ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് കുറച്ചു കാലമായി. പക്ഷെ മുന്നേ അങ്ങനെ ആയിരുന്നില്ല. മുന്നേ പണം വലിയ സംഭവമൊന്നുമില്ല എന്ന് ചിന്തിച്ചിരുന്നതാണ്. പക്ഷെ അതിന് ട്രാൻസിഷൻ സംഭവിച്ചു. ആ ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. എന്തായാലും ഇതിൽ പറയുന്നൊരു വളരെ മൂല്യമുള്ളൊരു കാര്യം, അത് വെസ്റ്റേൺ ചിന്തകളെ പറ്റി നമ്മൾ ചിന്തിച്ചിരുന്നത് വേറൊരു കോൺസെപ്റ്റിലാണ്. അവരുടെ പുറം ഭാഗത്ത് മാത്രം കാണുന്ന ആ ഒരു രൂപം കണ്ടിട്ടാണ് വെസ്റ്റേൺ ആളുകളെ നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ അവരുടെ ഉള്ളിൽ വളരെ സൗന്ദര്യമുള്ള ഒരു മനസ്സുണ്ടെന്നുള്ള കാര്യം പല ആളുകൾക്കും അറിയില്ല. അത് ഇതുപോലത്തെ വർക്കുകൾ വായിക്കുമ്പോൾ തിരിച്ചറിയുള്ളൂ. എത്ര മഹത്തരമായ കാര്യങ്ങളാണ് അവർ പറയുന്നത്. വെസ്റ്റേൺ തിങ്കേഴ്സിന്റെ കുറേ ഫിലോസഫി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഈ റീസെന്റ് ആയിട്ട് എഴുതിയ ഈ പുസ്തകത്തിൽ പോലും നമ്മൾ കാണുന്ന ഒരു ആസ്പെക്ട് പോലും അല്ല. ഇപ്പൊ ഇതിൽ പറയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, പൈസക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പണക്കാരായിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്നത് എങ്ങനെ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാമെന്നാണ്. പൂറായിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്നത് എങ്ങനെ പണി കിട്ടും എന്ന നിലയിലാണ്. പക്ഷെ നമ്മൾ ചില ആൾക്കാർ ചിന്തിക്കുക എങ്ങനെ പണി കൊടുക്കാം.
ജോലി എന്ന പകരം നമ്മൾ ഈ ടേം ഉപയോഗിക്കണം, എങ്ങനെ മറ്റൊരാൾക്ക് പണി കൊടുക്കാം. പണി കൊടുക്കുക 2 ടേമിൽ നമ്മൾ പറയാറുണ്ടല്ലോ. ജോലി എന്ന കോൺസെപ്റ്റ് അല്ലാതെ പണി കൊടുക്കുക എന്നുള്ളത്, അങ്ങനെ ചില ആൾക്കാർ ചിന്തിക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടൊരു കോൺസെപ്റ്റാണ് എങ്ങനെയാണ് ഈ സമൂഹത്തിന് വേണ്ടി ഒരു പണക്കാരന് ജീവിക്കാൻ വേണ്ടി പറ്റുക. പണം വേണം, അത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ചാരിറ്റിയുടെ കാര്യം വളരെ ഊന്നി പറയുന്നുണ്ട് അതിൽ. പിന്നെ അതേപോലെ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുക എന്നുള്ള വലിയൊരു മൂല്യമുള്ള ഒരു കാര്യം. പിന്നെ അതൊരു അഹങ്കാരം. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, പല ആളുകളൊക്കെ ഈ പൈസ വരുമ്പോഴത്തേന് അവരുടെ രൂപവും അവരുടെ സംസാരവും അവരുടെ കൂട്ടുകെട്ടും ബാക്കിയെല്ലാം മാറ്റം വരും. അവരുടെ ഭക്ഷണ രീതിയും അവർ പോകുന്ന അല്ലെങ്കിൽ അവർ കയറ്റുന്ന വീടും അതൊക്കെ ചിലപ്പോൾ ചില ആളുകളൊക്കെ ചിലപ്പോൾ അഹങ്കാരത്തിൽ ചെയ്യുന്നുണ്ടാകാം. എന്നാൽ ചില ആളുകൾ ഇത് നമ്മളെ സൗകര്യം നമ്മൾ ആ പൈസ ചെലവാക്കുന്നതോടൊപ്പം തന്നെ അത് പാവങ്ങളും കൂടെ കാണുന്ന, പൈസ എത്ര കൊടുക്കുന്തോറും ഇരട്ടിയാവുമെന്ന് പറയുന്ന ഒരു മതപരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റും കൂടെ ഇതിലുണ്ട്. നമ്മൾ എത്ര കൊടുത്താലും അത് കുറയൂല, നമ്മൾ കുറവ് ഒരിക്കലും വരുത്തൂല. എത്രത്തോളം പൈസ കൊടുക്കുന്നോ അത് ഇരട്ടിയാവുകയേ ചെയ്യുള്ളൂ. അതൊന്നും നമ്മൾ സാമ്പത്തിക ശാസ്ത്രം വെച്ചിട്ട് അളക്കാൻ പറ്റൂല. എത്ര പാവങ്ങളെ സഹായിക്കുന്നോ അത്രത്തോളം അത് ഇരട്ടിയാവുമെന്ന് പറയുന്ന, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ ഒരുപാട് കേരളത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ലോകത്തിലുള്ള ആളുകൾക്ക് പൈസ എത്രത്തോളം ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നതോറും അവരുടെ കോടികളാവും കൊടുക്കുന്നുണ്ടാവുക. ആ കോടി ഒരിക്കലും ഒരു കുറവായിട്ട് വരില്ല. വീണ്ടും ഒരുപാട് അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എന്തായാലും പൈസക്കാരനാവാൻ ആഗ്രഹിക്കുന്ന, നല്ല രീതിയിൽ പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന, ആ പൈസ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന, ഉദാത്തമായി ഉള്ള സമ്പാദ്യം ഉണ്ടാവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു മനോഹരമായിട്ടൊരു കൃതിയായിട്ട് എനിക്ക് തോന്നിയത്. വളരെ മനോഹരമായിട്ട് തന്നെ അനീസ് അവതരിപ്പിച്ചു. എല്ലാവിധ ഭാവങ്ങളും സന്തോഷം. താങ്ക് യു സർ ഫോർ റിവ്യൂ. ഇനി വേറെ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഹനീസ, എന്തായാലും വന്നതിൽ ഒരുപാട് സന്തോഷം. ഇത് ഞാൻ അങ്ങോട്ട് സാറ് പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാരും ചിലപ്പോ പൈസയുടെ അടിസ്ഥാനത്തിലായിരിക്കും ബന്ധങ്ങൾ പോലും വിലയിരുത്തുന്നത് അല്ലെ. അപ്പൊ നമുക്കിതില് പണത്തെ കുറിച്ചും അതേപോലെ തന്നെ ജോലിയെ കുറിച്ചൊക്കെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ബുക്കാണിത് അല്ലെ. അതായത് ഇതിൽ പറയുന്നുണ്ട്, പണത്തിനായിട്ട് പ്രവർത്തിക്കുന്നതിന് പകരം നമ്മൾ മികച്ച നിക്ഷേപങ്ങളിലൂടെയും അതുപോലെ തന്നെ സംരംഭകത്തിലൂടെ ഒക്കെ നമുക്ക് പണം ഉണ്ടാക്കാൻ കഴിയുന്നൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു പുസ്തകം പരിചയപ്പെടുത്തി തന്നതില് അനീസയ്ക്ക് നന്ദി. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു മാം. താങ്ക് യു. ഇനി വേറെ ആർക്കെങ്കിലും എന്താ പറയാ ഈ ഫീഡ്ബാക്ക് പറയാനുണ്ടോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശരിക്കും ഒരുപാട് നന്ദി. കാരണം നമ്മുടെ പ്രിൻസിപ്പൽ സാറും ടീച്ചേഴ്സും എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന്. ഞാൻ ഇവിടുന്ന് പോയി വേറൊരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇതിലുള്ളത്. അപ്പൊ എല്ലാവരോടും കൂടെ ഒന്നുകൂടി എനിക്കിപ്പോ അവിടെ പഠിച്ചിരുന്ന ഒരു ഓർമ്മ വരുന്നു. അപ്പോ ഒരുപാട് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോ എന്നാൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്തൂടെ? ഇന്നത്തെ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു.